നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മൾ 299 രൂപയ്ക്ക് ലാവിഷായിട്ട് അൺലിമിറ്റഡ് ചൈനീസ് ഫുഡ് അടിച്ച, അതായത് ചിക്കൻ്റെ ഡ്രൈ ഐറ്റം ആയാലും ചിക്കൻ്റെ ഗ്രേവി ഐറ്റം ആയാലും സൂപ്പായാലും മോമോസ് ആയാലും ഫ്രൈഡ് റൈസ് ആയാലും ഇതൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് 299 രൂപയ്ക്ക് വയറ് നിറച്ച് മനസ്സും വയറും നിറച്ച് കഴിച്ച ആ ചൈനീസ് ഫാക്ടറിയിലെ കാഴ്ചകൾ, അതിൻ്റെ അകത്തെ ഇൻറ്റീരിയർ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഫുഡ് അൺലിമിറ്റഡ് ആണെങ്കിലും ബാക്കി വെച്ചാൽ, വേസ്റ്റ് ആക്കിയാൽ ഫൈൻ അടയ്ക്കും എന്നുള്ള കാര്യം കൂടി മറക്കണ്ട. ആ വീഡിയോ ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മുകളിലെ ഐക്കാർഡിലും നമ്മളതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കയറി ഒന്ന് കണ്ടു നോക്കുക. ഈ റെസ്റ്റോറൻറ്റിലെ ഈ കാഴ്ചകൾ, ഇൻറ്റീരിയർ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു റെസ്റ്റോറൻ്റ് ആണോ അതോ ഏതെങ്കിലും ഫാക്ടറി ആണോ വർക്ക്ഷോപ്പാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകാം. അതേപോലെയാണ് ഈ ഒരു ഫാക്ടറി ഈ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുതലാളി ഒരു വർക്ക്ഷോപ്പ് ഫാനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ എൻജിനീയറൊക്കെ ആണെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഈ സാധനങ്ങളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടെ കാഴ്ചയ്ക്കും നമ്മളുടെ കണ്ണിനൊരു കുളിർമ നൽകാനും അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇവരിതിനെ കാണുന്നത്. അതോ ഇനി മുതലാളി ഇങ്ങനെ ചിന്തിച്ചതാണോ, ഫുഡെങ്ങാൻ മോശമായിട്ട് തെറി പറയാതിരിക്കാൻ നമുക്ക് കുറച്ച് കാഴ്ചകളെങ്കിലും കൊടുക്കാം എന്നുള്ള ഒരു തോട്ടിൻ്റെ പുറത്ത് ഇതുണ്ടാക്കി വെച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്ന് വിചാരിച്ച് ഫുഡ് മോശമാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് നമ്മളവിടെ ലൈവായിട്ട് ചെന്നാൽ നമുക്ക് ഓരോ ഐറ്റംസിലും ഒരുപാട് ഡീറ്റെയിലിങ്, ഇതിന് എവിടെ നിന്നാണ് ഈ ഓരോ ഐറ്റം കിട്ടിയതെന്നും അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നതെന്നും ഏത് രാജ്യമാണ് എന്നൊക്കെയുള്ളതൊക്കെ നമ്മളൊന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിങ് നമ്മളിതിൽ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിങ്ങുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഈ ഒരു വീഡിയോയിലൂടെ മാത്രം എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ ഇത്തരം ഇൻ്റർനാഷണൽ കാഴ്ചകളും കാണാം. ആ കാഴ്ചകൾ കണ്ട് നമുക്ക് നല്ല ചൈനീസ് ഫുഡും അടിക്കാം. എന്തായാലും ഇത്രയും ഐറ്റംസ് പ്രദർശിപ്പിക്കാൻ, ഇത്രയും വലിയൊരു ഏരിയ കവർ ചെയ്യാൻ അറേഞ്ച് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ആ ഒരു എഫേർട്ടിനെ തീർച്ചയായിട്ടും നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം അത്ര വെറൈറ്റി ഐറ്റംസാണ്. ഒരു ചെറു കാറും ചെറു സ്കൂട്ടറും സൈക്കിളും മാത്രമല്ല, ജെറ്റിൻ്റെ ഓരോ എൻജിൻ്റെ പീസ് പോലും ഇതിൽ നമുക്ക് കാണാവുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കില്ല. ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ചൈനീസ് ഫാക്ടറിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യുക. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്, അതായത് ഈ ചൈനീസ് ഫാക്ടറി എന്ന ചൈനീസ് റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളുടെ കോഴിക്കോട് ബീച്ചിനടുത്തുള്ള സിൽക്ക് സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.